വയനാട് പടിക്കവയലിലെ കടുവയെ കണ്ടെത്തിയതായി സൂചന. കുങ്കിയാനകളുടെ സഹായത്തോടെയായിരുന്നു കടുവയ്ക്കായി തെരച്ചിൽ നടത്തിയിരുന്നത്. വിവരങ്ങളുമായി ജോഷ്ല വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. ജോഷ്ല, ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ ഇപ്പോൾ തെരച്ചിൽ സംഘത്തിന് കഴിഞ്ഞിരിക്കുകയാണോ? ഏറ്റവും പുതിയ വിവരം എന്താണ്? തീർച്ചയായും മനു, ഞാനിപ്പോൾ ഉള്ളത് ചീക്കല്ലൂർ പുളിക്കൽ ഭാഗത്താണ്, പുളിക്കൽ കുന്ന് ഭാഗത്താണ്. ഇവിടെയാണ് കടുവയെ ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ പടിക്കവയൽ ഭാഗത്തേക്ക് കുങ്കിയാനകളെ ഉപയോഗിച്ച് സെർച്ച് നടത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. കുങ്കിയാനകളെ അവിടെ നിന്നും പടിക്കവയലിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരുങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ ചീക്കല്ലൂർ, അതായത് പടിക്കവയലിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരത്തിലുള്ള ചീക്കല്ലൂർ വയൽ പ്രദേശത്താണ് കടുവയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നും നീർമാനം കാടുകളിലേക്ക് ഇത് കയറി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അതിനെ കാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള ദൗത്യമായിരിക്കും ദൗത്യസേന ആദ്യം നടത്തുന്നത്. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കടുവയെ പിടികൂടാനുള്ള ശ്രമം ആരംഭിക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. മാനന്തവാടി, കൽപ്പറ്റ ഭാഗങ്ങളിൽ നിന്നുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, RRT എന്നിവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സൗത്ത് DFO അടക്കമുള്ള ആളുകൾ ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. 5 റേഞ്ച് ഓഫീസർമാരടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും കടുവയെ പിടികൂടാനുള്ള ഇപ്പോൾ ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്ത സ്ഥലം ജോഷ്ല, ഇപ്പോൾ ഈ കടുവയെ കണ്ടെത്തിയ സ്ഥലം അത് ജനവാസ മേഖലയാണോ അതോ ജനവാസ മേഖലയിൽ നിന്ന് അകന്ന പ്രദേശമാണോ? എന്താണ് അറിയാൻ കഴിയുന്നത്? ജനവാസ മേഖലയാണിത്. എരനല്ലൂർ ഭാഗത്താണ്, ചീക്കല്ലൂർ ഭാഗത്താണ്. ചീക്കല്ലൂർ പുളിക്കൽ കുന്ന് എന്നുള്ള ഭാഗത്ത് രാവിലെ തന്നെ ഒരു സ്ത്രീ മകൻ കടുവയെ ഈ ഭാഗത്ത് കണ്ടതായി, വീടിനടുത്ത് കണ്ടതായി പറഞ്ഞിരുന്നു. എന്നാലും അത് യാഥാർത്ഥ്യമാവുകയാണ്. ഈ ഭാഗത്താണ് ഇപ്പോൾ കടുവയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ആളുകളിൽ ജനവാസ മേഖലയിൽ നിന്ന് കാട്ടിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം 5-7 കിലോമീറ്റർ ഉണ്ട്. ആ ദൂരത്തേക്ക് കടുവയെ പറഞ്ഞു വിടുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കടുവയെ കാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ദൗത്യ സംഘത്തിന്റെ ആദ്യത്തെ ദൗത്യം. എല്ലാവിധ സജ്ജീകരണങ്ങളും ഇപ്പോൾ തയ്യാറാണോ? ഒന്ന് ഇനിയിപ്പോൾ കാട്ടിലേക്ക് തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിടികൂടുന്നതിനടക്കമുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും റെഡിയാണോ അവിടെ? എല്ലാവിധ സജ്ജീകരണങ്ങളും റെഡിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പടിക്കവയൽ ഭാഗത്തേക്ക് നേരത്തെ കുങ്കിയാനകളെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയിരുന്നു. കുങ്കിയാനകളെ ഇവിടെ എരനല്ലൂർ ഭാഗത്ത് ഇറക്കിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ആവശ്യം ഇനി വരില്ല. അതുപോലെ തന്നെ പടിക്കവയൽ ഭാഗത്ത് കൂട് സ്ഥാപിച്ചിരുന്നു, ക്യാമറകളടക്കം സ്ഥാപിച്ചിരുന്നു. ഇവിടെയും അതുപോലെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഇത്രയും നേരം നമ്മൾ കണ്ട ഈ ഒരു വയൽ ഭാഗത്താണ് ഇപ്പോൾ കടുവയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് ഉദ്യോഗസ്ഥരെ കാണാം. അങ്ങോട്ടേക്ക് പ്രവേശനമില്ല, കാരണം കടുവ ഇവിടെ എവിടെയോ പതുങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ ഇതിനെ കാട്ടിലേക്ക് എങ്ങനെ പറഞ്ഞയക്കാം, തിരിച്ച് കാട്ടിലേക്ക് 7 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ നിന്നും കാട്ടിലേക്ക്, എങ്ങനെ പറഞ്ഞയക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഉദ്യോഗസ്ഥരൊക്കെ നിൽക്കുന്ന ആ ഭാഗത്താണോ കുങ്കിയാനകളൊക്കെ ഉള്ളത്? കുങ്കിയാനകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല. കുങ്കിയാനകൾ ഇപ്പോൾ എരനല്ലൂർ ഭാഗത്താണ്, ഇതിനടുത്ത് 2-3 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ് കുങ്കിയാനകളെ. അവിടെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ കടുവയെ ലൊക്കേറ്റ് ചെയ്ത ഭാഗത്തേക്ക് നീങ്ങുന്ന ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവർ കടുവ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭാഗത്തേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല അല്ല ജോഷില, കാരണം പൂർണ്ണമായും ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. ദൗത്യ സംഘത്തിന്റെ നിരീക്ഷണ വലയത്തിൽ തന്നെ കടുവയുണ്ട് എന്നത് ഇപ്പോൾ ഒരു ആശ്വാസകരമായ കാര്യമാണ് അവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ചല്ലേ. പക്ഷേ എങ്കിൽ പോലും ഭീതി ഒഴിയുന്നില്ല എന്നതും പ്രധാനപ്പെട്ട തന്നെയാണ്. കാരണം കടുവ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇപ്പോൾ ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യമില്ല. കാരണം എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഈ പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മാത്രമല്ല കടുവയെ പിടികൂടാൻ ആവശ്യമെങ്കിൽ വെടിവെച്ച് കൊല്ലാനടക്കമുള്ള സാഹചര്യം പോലും ഇപ്പോഴുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കടുവയെ ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് വളരെ ആശ്വാസകരമായ കാര്യം. കാരണം ഇന്നലെ മുതൽ പടിക്കവയൽ പ്രദേശത്തെ ജനങ്ങളെല്ലാം തന്നെ ആശങ്കയിലായിരുന്നു.
ഈ കണിയാമ്പറ്റ പനമരം പഞ്ചായത്തുകളിലെ മിക്കവാറും എല്ലാ വാർഡുകളിലും 163 പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടിയുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഇപ്പോൾ മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ആശ്വാസകരമായിരിക്കുന്നു. എവിടെയാണ് കടുവ എന്നുള്ള കാര്യം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതോടുകൂടി ജനങ്ങൾ ആശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ നിമിഷത്തെ ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു, കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നത്. ദൗത്യ സംഘത്തിന്റെ പൂർണ്ണമായ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ കടുവ ഉള്ളത്. ചീക്കല്ലൂർ ഭാഗത്ത് പടിക്കവയൽ ചീക്കല്ലൂർ ഭാഗത്താണ് ഇപ്പോൾ കടുവയെ കണ്ടെത്തിയിരിക്കുന്നത്. വലിയ വയൽ നമ്മൾ കണ്ടു, അതിന്റെ മറുകരയിലാണ് കടുവയെ കണ്ടെത്തിയ പ്രദേശമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളാണ് ജോഷില നൽകിയത്.